സോളാർ കേസിൽ 3 പ്രതികളെ എറണാകുളം ക്രൈംബ്രാഞ്ച് നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. എം കെ കുരുവിളയിൽ നിന്ന് പണം തട്ടിയതായി പ്രതികൾ സമ്മതിച്ചെന്ന് സൂചന. ബിനു, ആൻഡ്രൂസ്, ബെൽജിത്ത് എന്നിവരെയാണ് നുണപരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സാലി, വിവരങ്ങൾ. ടോമി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു പണം നഷ്ടപ്പെട്ട ബംഗളൂരു എസ്ഐ എം കെ കുരുവിള ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നത്. ഇത് പിന്നീട് പരാതിയായി ഹൈക്കോടതിയിലെത്തുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു വരികയുമാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ 3 പേരുടെ നുണപരിശോധന ക്രൈംബ്രാഞ്ച് നടത്തിയത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശി ബിനു, കോട്ടയം പുതുപ്പള്ളി സ്വദേശി ആൻഡ്രൂസ്, തൃശൂർ കൊടകര സ്വദേശി ബെൽജിത്ത് എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. എം കെ കുരുവിളിൽ നിന്നും പണം തട്ടിയതായി ഇവർ നുണപരിശോധനയിൽ സമ്മതിച്ചു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ടാണ് നുണപരിശോധന ലഭിച്ചതെന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വളരെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയായിരുന്നു കുരുവിള ആദ്യം പരാതി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. വിദേശത്തു നിന്ന് സോളാർ ടെക്നോളജി ഇറക്കുമതി ചെയ്ത് എന്നൊരു പദ്ധതിയായിരുന്നു മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ആദ്യ പടിയായി കമ്മീഷനായി 1,35,00,000 രൂപ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവർ കൈപ്പറ്റിയെന്നായിരുന്നു കേസ്. ഉമ്മൻചാണ്ടിയുമായി 2011 കുരുവിള ക്ലിഫ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു. 4,000 കോടിയുടെ 25% കമ്മീഷൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് എം കെ കുരുവിള പിന്നീട് പരാതിയായി നൽകിയത്. എന്നാൽ ഈ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി കുരുവിളയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. 6 കള്ളക്കേസുകൾ കുരുവിളയുടെ പേരിൽ മുൻ UDF സർക്കാരിന്റെ കാലത്ത് ചാർജ് ചെയ്തു. 40 ദിവസത്തോളം അദ്ദേഹത്തെ ജയിലെടുത്തു. അങ്ങനെയാണ് ആദ്യ പരാതിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കപ്പെടുന്നത്. ഇപ്പോൾ പരാതിയിൽ പേരുണ്ടായിരുന്ന 3 പേരുടെ നുണപരിശോധന പൂർത്തിയാകുമ്പോൾ ഈ കുറ്റകൃത്യം നടന്നതായി അല്ലെങ്കിൽ പണം തട്ടിച്ചതായി വ്യക്തമാക്കുന്ന ഒരു റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പടി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ പ്രതികൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള ഘട്ടമെത്തി നിൽക്കുകയാണ്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കളക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം അവഗണിച്ചത് വീഴ്ചയായെന്ന് വിലയിരുത്തൽ. കളക്ടറേറ്റ് കവാടത്തിൽ ചെക്ക് പോസ്റ്റും ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 5 മാസം മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. കൊല്ലം സ്ഫോടനത്തെ തുടർന്നാണ് മലപ്പുറത്തെയും കളക്ടറേറ്റിലെ സുരക്ഷ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചത്. കളക്ടറേറ്റും കോടതിയും ഉൾപ്പെടുന്ന 35 ഏക്കർ സ്ഥലത്തേക്കുള്ള 4 വഴികളിലും ഗേറ്റില്ല. പ്രധാന കവാടത്തിലെ ഗേറ്റ് രാത്രിയിലും തുറന്നിടും. ഇങ്ങനെ സുരക്ഷാ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. കലക്ടറേറ്റ് വളപ്പിൽ ഹൈമാസ് ലൈറ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, പ്രവേശന കവാടങ്ങളിൽ വാഹന പരിശോധന, പ്രധാന ഭാഗങ്ങളിൽ CCTV തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി D അശോക് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് അവഗണിച്ചത് ഇന്റലിജൻസ് ADGP R ശ്രീലേഖ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശിച്ചിരുന്നു. അതേസമയം ലഭ്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മലപ്പുറം നഗരത്തിൽ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലുമുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിന്റെ പ്രവർത്തനവും യോഗം വിലയിരുത്തും. ഗുണ്ടാക്രമണ കേസിൽ ഉൾപ്പെട്ട സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി പീഡന കേസിൽ ആരോപണ വിധേയനായ ജയന്തൻ എന്നിവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഇരുവർക്കുമെതിരെയും നേരത്തെ പാർട്ടി നടപടിയെടുത്തിരുന്നു. രാവിലെ AKG സെന്ററിലാണ് സെക്രട്ടേറിയറ്റ് യോഗം. വിഷവായു ശ്വസിച്ച് വലഞ്ഞ് ദില്ലി. മലിനീകരണം കുറയ്ക്കാൻ നടപടി ശക്തമാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ദിനംപ്രതി ദില്ലിയിൽ വായു മലിനീകരണ തോത് കുതിച്ചുയരുകയാണ്. മലിനീകരണ വായു തിങ്ങിനിറഞ്ഞ് മൂടൽമഞ്ഞ് ശക്തമായതോടെ പുറത്തിറങ്ങാൻ പോലും ജനങ്ങൾ മടിക്കുകയാണ്. വിഷവായു ശ്വസിച്ച് ശ്വാസം മുട്ടലും കണ്ണുകൾ എരിയുന്നതും വർദ്ധിച്ചതോടെ പല സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വായു മലിനീകരണമാണ് രാജ്യതലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി പിറ്റേന്നു മുതൽ ശക്തമായ മലിനീകരണം ഇപ്പോൾ അനിയന്ത്രിതമായി. ദില്ലിയുടെ അന്തരീക്ഷത്തിൽ 1800 ക്യൂബിക് മൈക്രോഗ്രാം മാലിന്യങ്ങളാണ് ഇപ്പോൾ തങ്ങി നിൽക്കുന്നത്. സാധാരണ തോതിനേക്കാൾ 16 മടങ്ങ് മാലിന്യം വർദ്ധിച്ചു. വായുവിന്റെ ഗുണമേന്മ 2.5-ലും താഴെയാണ്. കാറ്റും തീരെ കുറവായതിനാലാണ് ഇത്രയും മലിനീകരണ തോത് വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. പുറത്തിറങ്ങുന്ന ആളുകളുടെ കണ്ണുകൾ എരിയുകയാണ്. ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ട്.
അതിനാൽ പ്രായമായവരും കുട്ടികളും ഹൃദയ ശ്വാസകോശ രോഗമുള്ളവരും വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ദില്ലി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മാലിന്യം കത്തിക്കുന്നതിനുൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവന്നെന്നായിരുന്നു ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ അവകാശപ്പെട്ടിരുന്നത്. മലിനീകരണ തോത് അനിയന്ത്രിതമായതോടെ മിക്ക സ്കൂളുകളും അടച്ചിരിക്കുകയാണ്. രാജ്യതലസ്ഥാന നഗരം ഒരു ഗ്യാസ് ചേമ്പർ പോലെ ആയിരിക്കുന്നു എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മലിനീകരണ തോത് കുറയ്ക്കാൻ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും മരണഭീതിയിലാണ് ഓരോ ദിനവും ദില്ലി നിവാസികൾ. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിൽ കാട്ടാന വെടിയേറ്റ് ചെരിഞ്ഞു. കേണിച്ചിറക്കടുത്ത് അതിരാറ്റുകുന്നിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, വിവരങ്ങൾ. ഈ മാസങ്ങളായിട്ട് നടക്കുന്ന മൂന്നാമത്തെ ആനയുടെ കൊലപാതകമാണ് ഇത്. കഴിഞ്ഞ 5 മാസങ്ങൾക്കിടെ നടക്കുന്ന മൂന്നാമത്തെ ആനയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിപ്പോൾ നടത്തിയിരിക്കുന്നത് കേണിച്ചിറ സൗത്ത് വയനാട് ഡിവിഷനിലാണ്. ചെതലയം റേഞ്ചിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത്. ഇവിടെ നേരത്തെ തന്നെ വന്യമൃഗശല്യമൊക്കെ ഉൾപ്പെടുന്നതാണ്. മോഴയാനയാണ് കൊല്ലപ്പെട്ടത്. ഇതിന്റെ മസ്തിഷ്കത്തിന് മൂന്ന് വെടിയുണ്ടകൾ ഏറ്റിട്ടുണ്ട്. ആനവേട്ടയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശമാണോ സംഭവത്തിന് പിന്നിലെന്ന് അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതേസമയം നേരത്തെ കഴിഞ്ഞ മെയിൽ ഒരു ചെതലയം റേഞ്ചിൽ സമാനമായ സംഭവത്തിൽ ഒരു കാട്ടാന കൊല്ലപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 3 പ്രതികളെയും പോലീസ് വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് പുതിയ സംഭവം. അനൂപ് KR ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യയിൽ അയോധ്യയിലൂടെ നേടിയത് ദക്ഷിണേന്ത്യയിൽ ഹൈദരാബാദിലെ ചാർമിനാറിലൂടെ നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘപരിവാർ. പ്ലേഗ് അമർച്ച ചെയ്തതിന്റെ സ്മരണയ്ക്കായി 1591 സുൽത്താൻ മുഹമ്മദ് ഖിൽ കുത്തബ് ഷാ നിർമ്മിച്ച ചാർമിനാർ പള്ളി തകർത്ത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനാണ് സംഘപരിവാറിന്റെ നീക്കം. 1992 ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഉത്തരേന്ത്യയും പടിഞ്ഞാറ് ഇന്ത്യയുമെല്ലാം കീഴടക്കിയ BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നമാണ് ഹൈദരാബാദിന്റെ ഹൃദയമായ ഈ ചാർമിനാർ പള്ളി. ഇത് 1957 ദി ഹിന്ദുവിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോ. ഇതിലെവിടെയും ക്ഷേത്രമോ വിഗ്രഹാരാധനയോ ഇല്ല. എന്നാൽ അയോധ്യ പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ ചാർമിനാറിന്റെ ഭിത്തികളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. പിന്നീട് ഇത് വിഗ്രഹമായി. സമീപകാലത്ത് താൽക്കാലിക ക്ഷേത്രവും പൂജയും ആഘോഷങ്ങളും ആരംഭിച്ചു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ചാർമിനാർ തകർത്ത് ക്ഷേത്രം നിർമ്മിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. 560 साल चारमीनार से पहले की मूर्ति साक्षात प्रकट मूर्ति स्वयं भूमि है. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. അയോധ്യയിലൂടെ BJP ഉത്തരേന്ത്യയിൽ ലക്ഷ്യം നിറവേറ്റി. ഇതേ ലക്ഷ്യം ഈ ഭാഗ്യലക്ഷ്മി മന്ദിറിലൂടെ ദക്ഷിണേന്ത്യയിൽ സാധിക്കുന്നതാണ് RSSന്റെ കണക്കുണ്ട്. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ ചാർമിനാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കും. തർക്കമെന്തായാലും ചാർമിനാറിന്റെ ഒരു വശത്ത് ഹിന്ദു ഭിക്ഷക്കാരും മറുവശത്ത് മുസ്ലിം ഭിക്ഷക്കാരും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മതരാഷ്ട്രീയത്തിന്റെ ഭീതിപ്പെടുത്തുന്ന നവീന തന്ത്രങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലമർന്ന യഥാർത്ഥ ചിത്രവും ഇന്ന് ചാർമിനാറിൽ കാണാം. പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. NDTVക്ക് പിന്നാലെ 2 TV ചാനലുകൾക്ക് കൂടി കേന്ദ്ര സർക്കാരിന്റെ വിലക്ക്. ആസാമീസ് ചാനലായ ന്യൂസ് ടൈം ആസാം, കെയർ വേൾഡ് TV എന്നിവയ്ക്കാണ് നവംബർ 9 മുതൽ ഒരാഴ്ച കാലത്തേക്ക് സംപ്രേഷണ വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാത്ത വീട്ടുവേലക്കാരന്റെ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ ബാലനെ മുഖം തിരിച്ചറിയാവുന്ന വിധത്തിൽ സംപ്രേഷണം ചെയ്തുവെന്ന കാരണം പറഞ്ഞാണ് ന്യൂസ് ടൈം ആസാമിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന വർഗീയതയെ ചെറുക്കാൻ ഡിവൈഎഫ്ഐ കൂടുതൽ കരുത്താർജിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫെബ്രുവരി 2 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ രാജ്യത്ത് അധികരിച്ചു വരുന്ന അക്രമ സംഭവങ്ങളെ അമർച്ച ചെയ്യാൻ ഡിവൈഎഫ്ഐ ശക്തിപ്പെടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ യുവതിയുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാറ്റം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൂടുതൽ യുവാക്കളുടെ അംഗീകാരം നേടുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് ഡിവൈഎഫ്ഐ വളർന്നിട്ടുണ്ട്. യോഗത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP അധ്യക്ഷനായിരുന്നു. ഉജ്ജ്വലരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വിപ്ലവകാരികളുടെ പിന്തുടർച്ചക്കാരാണ് ഡിവൈഎഫ്ഐ എന്നാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയം, വർഗീയതക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മറ്റെന്നത്തേക്കാൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭത്തിലാണ്
ഡിവൈഎഫ്ഐയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനം എറണാകുളത്ത് നടക്കുന്നത്. കൊച്ചിയിൽ ആദ്യമായി എത്തുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് കോടിയേരി ബാലകൃഷ്ണൻ, പ്രൊഫസർ MK സാനു, MC ജോസഫൈൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, ജസ്റ്റിസ് KK ദിനേശൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, B ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ് MP, ജോയ്സ് ജോർജ് MP, MB രാജേഷ് MP, അവോയ് മുഖർജി, ക്രിസ്റ്റി ഫെർണാണ്ടസ്, ആഷിഖ് അബു, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, ഡോക്ടർ CK രാമചന്ദ്രൻ, ഡോക്ടർ ഡേവിഡ് എന്നിവർ രക്ഷാധികാരികളായും P രാജീവ് ചെയർമാനായും സ്വാഗത സംഘം രൂപീകരിച്ചു. M സ്വരാജ് MLA ആണ് ജനറൽ കൺവീനർ. AN ഷംസീർ MLA അടക്കമുള്ള 10 അംഗ വൈസ് ചെയർമാൻമാരെയും യോഗം തെരഞ്ഞെടുത്തു. വിദേശത്തു നിന്നടക്കം 1000-ഓളം പ്രതിനിധികളാണ് 10ാമത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 2 നാൾ മാത്രം. ഹിലരി ക്ലിന്റന് നേരിയ മുൻതൂക്കമെന്നാണ് സർവേ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 നാൾക്കകം അമേരിക്ക ഇനി ആരു ഭരിക്കുമെന്നറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇത്തവണ. പ്രചാരണത്തിന്റെ അവസാനഘട്ടം വരെ ട്രംപ് പിന്നിലായിരുന്നെങ്കിലും ഹിലരിക്കെതിരെ ഇമെയിൽ വിവാദത്തിൽ FBI പുനരന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. ഇരു സ്ഥാനാർത്ഥികൾക്കും വിജയം എളുപ്പമല്ലെന്ന ഒബാമയുടെ വാക്കുകൾ തന്നെ ഇതിന് തെളിവാണ്. ഹിലരി ക്ലിന്റന് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് ഇതുവരെ പുറത്തുവന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ അവസാനവട്ട ശ്രമങ്ങളുമായി ഹിലരിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും പ്രചാരകർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 3.7 കോടി വോട്ടർമാർ മുൻകൂർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചൊവ്വാഴ്ച 20 കോടി വോട്ടർമാർ ട്രംപിന്റെയും ഹിലരിയുടെയും വിധി നിർണ്ണയിക്കും. ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ഹിലരി ട്രംപിനേക്കാൾ 2 പോയിന്റ് മുന്നിലാണ്. എന്നാൽ ഇലക്ട്രൽ കോളേജിൽ ഹിലരിയുടെ വോട്ട് 270 താഴെ ആയിരിക്കുമെന്ന് CNN പ്രവചിക്കുന്നു. 538 അംഗ ഇലക്ട്രൽ കോളേജിൽ 270 വോട്ട് നേടിയവർക്ക് പ്രസിഡന്റ് ആവാം. ജനഹിതം എതിരായാൽ പോലും ഇലക്ട്രൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പാണ് അന്തിമവിധി. ട്രംപിന് 204 വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അൽ-ഖ്വയ്ദ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായ സന്ദേശത്തെ തുടർന്ന് പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ന്യൂയോർക്ക്, ടെക്സസ്, വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഭീകരരുടെ ഉന്നമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. കേരള സംഗീത നാടക അക്കാദമി നാട്യ കൈരളി എന്ന പേരിൽ പാലക്കാട് സംഘടിപ്പിച്ച കഥകളി ഉത്സവം സമാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ കഥകളി കലാകാരന്മാർ അരങ്ങിലെത്തി. ഡോക്ടർ സദനം ഹരികുമാറും സംഘവും അവതരിപ്പിച്ച അഭിമന്യു എന്ന കഥകളിയോടെയാണ് കഥകളി ഉത്സവത്തിന് തിരശ്ശീല വീണത്. 88-കാരനായ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരും സംഘവും അവതരിപ്പിച്ച രാവണ വിജയവും അവസാന ദിനം അരങ്ങിലെത്തി. ദൂതനായി കലാവൈശാഖും രംഭയായി കല്ലുവഴി വാസുവും വേഷമിട്ടു. വൈശ്രവണ സന്ദേശവുമായി വരുന്ന ദൂതനെ വധിച്ച് രാവണൻ വൈശ്രവണനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് രാവണ വിജയം കഥകളി. വഴിമധ്യേ അപ്സരസായ രംഭയെ കണ്ടുമുട്ടിയ രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പരമശിവനിൽ നിന്ന് ചന്ദ്രഹാസം എന്ന വാൾ നേടി സൈന്യസമേതം ലങ്കയിലേക്ക് മടങ്ങുന്നതോടെയാണ് രാവണ വിജയം പൂർത്തിയാകുന്നത്. കഥകളിയെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് കഥകളി ഉത്സവം സംഘടിപ്പിച്ചതെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. കഥകളി ലോകത്തിന്റെ സമ്പൂർണമായ ഒരു പരിച്ഛേദം സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സംഗീത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം നിറഞ്ഞ സദസ്സാണ് പാലക്കാട് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കലക്ടർ P മേരിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N രാധാകൃഷ്ണൻ നായർ, TR അജയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൈരളി TV കോട്ടയം ബ്യൂറോ ചീഫ് TP പ്രശാന്തിന്റെ പിതാവ് TG പ്രേംദാസ് നിര്യാതനായി. അമ്പലമേട്ടിലെ കൊച്ചി റിഫൈനറി ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. ഭാര്യ പരേതയായ ഉഷ. പ്രശാന്ത്, പ്രദീപ്, പ്രമോദ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 ഇരുമ്പനം പൊതുശ്മശാനത്തിൽ നടക്കും. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം സ്കൂളിൽ കയറി മർദ്ദിച്ചു. കാഞ്ഞിരംകുളം ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആൽഫിക്കാണ് മർദ്ദനമേറ്റത്. അടിവയറ്റിൽ ചവിട്ടേറ്റ് മൂത്രതടസ്സം നേരിട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ മാവിള വാർഡംഗം ജയനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു.
കാഞ്ഞിരംകുളം ഹൈസ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ ഇടവേള സമയത്താണ് സംഭവമുണ്ടായത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാഞ്ഞിരംകുളം സ്വദേശി അജയകുമാറിന്റെ മകൻ 13 വയസ്സുള്ള ആൽഫിയെയാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജയൻ സ്കൂളിൽ കയറി മർദ്ദിച്ചത്. അടിവയറ്റിൽ ചവിട്ടേറ്റതിനെ തുടർന്ന് മൂത്രതടസ്സം നേരിട്ട കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പുല്ലുവിള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആൽഫിയെ മാറ്റി. നെഞ്ചിലൊക്കെ ചുറ്റി ചെറുപ്പിട്ട് വയറിൻ്റെ താഴെ ഇടിച്ചു ഓടി. എന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് ആ ജയൻ്റെ മോളെ കൊണ്ട് അടിച്ചു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജയന്റെ മകനും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുറച്ചു ദിവസം മുൻപ് മറ്റൊരു വിദ്യാർത്ഥിയെ പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ മർദ്ദിച്ചതായും അത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽഫി തടയുകയും ചെയ്തിരുന്നു. ഇതാണ് പഞ്ചായത്ത് അംഗം സ്കൂളിൽ കയറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് കാരണമായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താക്കളുടെയും പരാതിയെ തുടർന്ന് കാഞ്ഞിരംകുളം പോലീസ് കേസെടുത്തു. എന്നാൽ ജയനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇങ്ങനെ ഈ കേസിനെ കംപ്ലീറ്റ് അട്ടിമറിക്കാൻ സ്കൂൾ അധികൃതരും മറ്റ് വിവരമായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുകയാണ്. പഞ്ചായത്ത് അംഗമായ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധവും ശക്തിപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഐടിഐകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സഖ്യത്തിന് ചരിത്ര വിജയം. ആകെ തെരഞ്ഞെടുപ്പ് നടന്ന 69 ഐടിഐകളിൽ 65ലും SFI മുന്നണി യൂണിയൻ കരസ്ഥമാക്കി. 23 ഇടങ്ങളിൽ മുഴുവൻ സീറ്റും നേടിക്കൊണ്ടാണ് വിജയം. വിവിധ ജില്ലകളിലായി 15 ഐടിഐകളിൽ SFI സഖ്യം നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 4 ഐടിഐകൾ SFI തിരിച്ചുപിടിച്ചു. 4 ഐടിഐകളിൽ മാത്രമാണ് KSU സഖ്യം വിജയിച്ചത്. KSU ABVP സഖ്യമായി മത്സരിച്ച തിരുവനന്തപുരം ആര്യനാട് ഐടിഐയിൽ മുഴുവൻ സീറ്റിലും SFI മുന്നണി വിജയിച്ചു. കൊച്ചിയിൽ വീണ്ടും ഗുണ്ട അറസ്റ്റ്. 4 അംഗ സംഘത്തെ ആന്റി ഗുണ്ട സ്ക്വാഡാണ് പിടികൂടിയത്. ശരത്, ഷിബിൽ, ഡാനി, മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. സ്വകാര്യ കമ്പനിയിലെ മാനേജർക്ക് ലഹരി മരുന്ന് നൽകി മയക്കിയ ശേഷം നഗ്നനാക്കി നിർത്തി സ്ത്രീയോടൊപ്പം ഫോട്ടോയെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുത്ത സംഘമാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശി ഷിബിലി, തോപ്പുംപടി സ്വദേശി ഡാനി, ഉദയംപേരൂർ സ്വദേശി ശരത്ത്, തൃശൂർ സ്വദേശി മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസാസ്പദമായ സംഭവം. കൊച്ചിയിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ മാനേജരായി ജോലി ചെയ്തിരുന്ന കണ്ണൂർ സ്വദേശിയായ അജിത് എന്നയാളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത്. 10 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു. അജിത്തിന് മൊബൈൽ ഫോൺ സിം വിതരണം ഉണ്ട് എന്നറിഞ്ഞ പ്രതികൾ കൂടുതൽ സിമ്മുകൾ ഒരുമിച്ച് വേണമെന്നാവശ്യപ്പെട്ട് വൈറ്റിലയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മയക്കുമരുന്ന് നൽകി ഫോട്ടോ എടുത്തത്. നേരത്തെയും വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസിന്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവരാണ് ഈ പ്രതികൾ. ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സാംസ്കാരിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കലാസന്ധ്യയിൽ ശ്രദ്ധേയമായി ശ്രീദേവി VKയുടെ മോഹിനിയാട്ടം. പാലക്കാട് സ്വദേശിനിയായ ശ്രീദേവി ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന പ്രതിവാര പരിപാടിയുടെ ഭാഗമായാണ് മോഹിനിയാട്ടം അരങ്ങേറിയത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മാധ്യമപ്രവർത്തകനായ EM അഷ്റഫ് രചിച്ച് സംവിധാനം ചെയ്ത ബോംജൂർ മയ്യഴി എന്ന ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥാ പ്രകാശനം നടത്തി. മികച്ച ഹ്രസ്വചിത്രം, തിരക്കഥ, സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബോംജൂർ മയ്യഴിയുടെ ഇതിവൃത്തം നോവലിസ്റ്റ് M മുകുന്ദനെ കാണാൻ കഥാപാത്രങ്ങൾ എത്തുന്നതാണ്. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് YA റഹീം കവി ഇസ്മായിൽ മേലടിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ബിജു K സോമൻ, മാധ്യമപ്രവർത്തകരായ PP ശശീന്ദ്രൻ, MCA നാസർ, KPK വേങ്ങര, KK മൊയ്തീൻ കോയ, ആസ്റ്റർ ADJM ജലീൽ PA എന്നിവർ പ്രസംഗിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. KPSCയുടെ ആഭിമുഖ്യത്തിൽ ബംഗളൂരുവിൽ നടത്തിയ ചെറുകാട് ദിനാചരണത്തിൽ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അറിവും വിമോചനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അറിവിനെ രഹസ്യവിദ്യയായും അടക്കി ഭരിക്കുന്നതിനുള്ള മർദ്ദനോപകരണമായും ഉപയോഗപ്പെടുത്തിയതാണ് ഭാരതീയ പാരമ്പര്യമെന്നും ഇതിന് നേതൃത്വം നൽകിയത് ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വമായിരുന്നെന്നും ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പറഞ്ഞു. ബാംഗ്ലൂരിൽ CPAC സംഘടിപ്പിച്ച ചെറുകാട് ദിനത്തോടനുബന്ധിച്ച് നടന്ന സംവാദത്തിൽ അറിവും വിമോചനവും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ധർമ്മരാജ് അടാട്ട്. അറിവ് എന്നുള്ളത് വിമോചനത്തിനുള്ളതല്ല, മറിച്ച് അറിവ് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നതിനാണ്. അറിവ് ഒരു മർദ്ദന ഉപകരണമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ
നടന്ന് കയറാനായിട്ട് കഴിയും. ആ ഒരു സാഹചര്യം സമൂഹത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളിലേക്ക് മാത്രമായി ഒതുങ്ങണം. അതുകൊണ്ട് തന്നെയാണ് ഉപനിഷത്ത് പാരമ്പര്യത്തില് നമ്മുടെ ഋഷിമാര് പറഞ്ഞത് ഉപനിഷത്ത് രഹസ്യവിദ്യയാണ്. അറിവ് വിമോചനത്തിനും എല്ലാത്തരം അടിമത്തത്തിനുമെതിരെയുള്ള ആയുധമാണെന്ന് ബോധ്യപ്പെടുത്തിയത് നവോത്ഥാനമാണ്. സാർവത്രിക വിദ്യാഭ്യാസം എന്ന സ്വപ്നവും നവോത്ഥാനത്തിന്റെ സംഭാവനയാണ്. അറിവ് എല്ലാവർക്കും നൽകിടണം എന്ന് ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായെന്ന് ഡോക്ടർ ധർമ്മരാജ കാട്ട് പറഞ്ഞു. ശാന്തകുമാർ സ്വാഗതവും ഡെന്നീസ് പോൾ അധ്യക്ഷതയും വഹിച്ചു. MS ചന്ദ്രശേഖരൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞപ്പൻ, ബാംഗ്ലൂർ.